ഈ ഇടയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഹോം മെയ്ഡ് ഗീ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തപ്പം എൻ്റെ ഗീ കുറച്ച് ബേൺഡ് കളറായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ നെയ്യുടെ അതേ ടേസ്റ്റ് ആണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സേ ബേൺഡ്, ഇൻസ്റ്റെഡ് ഐ എം ഗോണ സേ കാരമലൈസ്ഡ് ഗീ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ അൺസോൾട്ടഡ് ബട്ടർ ഇടണം. ബട്ടർ മൊത്തത്തിലൊന്ന് മെൽറ്റായി ബോയിൽ ആവാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ബട്ടർ ബോയിൽ ആവുമ്പോൾ തന്നെ ഒരു വൈറ്റ് ഫോമി ടെക്സ്ചർ ആവുന്ന കാണാം. ഇതിനെ കുറച്ച് നേരം കൂടി ബോയിൽ ആവാൻ അലൗ ചെയ്യണം. കുറച്ചുകൂടി ആവുമ്പോൾ ഇത് ക്ലിയർ ലിക്വിഡ് ആയിട്ട് മാറും. വീണ്ടും ഇതിനെ ബോയിൽ ചെയ്യുമ്പോൾ മിൽക്ക് സോളിഡ് സൈഡ്സിലും താഴോട്ട് പറ്റിയിരിക്കും ആൻഡ് മേളിലോട്ട് നമുക്ക് നല്ല ക്ലിയർ ലിക്വിഡ് ആയിട്ട് കിട്ടും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇതേപോലെ ഒരു ഫോമി ടെക്സ്ചർ കാണാൻ പറ്റും. ഈ സ്റ്റേജിൽ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ബോയിൽ ചെയ്യണം. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അതാണ്. ഞാൻ ഫ്ലെയിം കുറച്ചിട്ടില്ലായിരുന്നു, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ ഗീ കുറച്ചുകൂടി കാരമലൈസ്ഡ് ആയത്. പക്ഷേ ആസ് ഐ സെഡ് ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ നാടൻ ഗീയുടെ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ടു യൂസ് ആണ്. കുറച്ചുകൂടി അവേഴ്സ് വെയിറ്റ് ചെയ്യുമ്പം ഇത് സോളിഡ് ആവും. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഹോം മെയ്ഡ് ഗീ ഉണ്ടാക്കി നോക്കുക. എന്നെ പോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലാസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പം ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ബോയിൽ ചെയ്യാൻ. അപ്പോൾ നിങ്ങളിതുണ്ടാക്കി നോക്കുമ്പം ഗീയുടെ കറക്റ്റ് കളറും ടേസ്റ്റും വരുന്നുണ്ടോ എന്ന് കമൻസിൽ അറിയിക്കുക. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ഇഫ്താർ എവ്രി വൺ. ബൈ ബൈ.